Lieutenant Colonel Honorable Padma Bhushan Dr. Mohanlal. നമസ്കാരം. ഭഗവത് അനുഗ്രഹത്തോടെ ഭക്തിപൂർവം നടക്കുന്ന മഹാമഹാ ചടങ്ങായ മുറജപ ലക്ഷദീപത്തിന്റെ മുന്നോടിയായുള്ള ദീപസ്തംഭ പ്രജ്വലനത്തിന്റെയും വിളംബര പത്രിക വിതരണത്തിലും പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങളെയും സർവേശ്വര നാമത്തിൽ 26 ദിവസം നീണ്ടു നിൽക്കുന്ന ജപയജ്ഞത്തിന് മുന്നോടിയായ ആത്മീയ ഘോഷമാണിത് എന്ന് എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. മുറജപ ലക്ഷദീപ മഹോത്സവത്തിന്റെ ദിവ്യ പ്രാരംഭത്തെ സൂചിപ്പിക്കുന്ന ദീപസ്തംഭ പ്രജ്വലനം ബഹുമാന്യനായ ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർ നിർവഹിക്കുകയാണിനി. അതിനായി രാജകുടുംബാംഗങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു. അസംഖ്യോ പ്രമേയാത്മ വിശിഷ്ട സങ്കൽപ്പ വിഷവോ വിഷ്ണു വിഷപർവാ വിഷോദര. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആദര പ്രേമ സഹിതം സമർപ്പിച്ചുകൊള്ളുന്നു. നമ്മൾ എല്ലാ പേർക്കും വേണ്ടി, ഭഗവാന്റെ കുട്ടികളായ നമ്മൾ എല്ലാ പേർക്കും വേണ്ടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വിളംബര പത്രിക ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഇത് വർത്തമാനകാലവും ചരിത്രാതീത കാലവും സംഗമിക്കുന്ന ദിവ്യസ്ഥാനം. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലവർഷം 925 മകരം 1 ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു. ലക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ല. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മഹാമഹം സമാഗതമായിരിക്കുന്നു. കൊല്ലവർഷം 1201 വൃശ്ചികം 4 സമാരംഭിച്ച് 56 ദിവസം കൊണ്ട് സാങ്കോപാംഗം ചതുർവേദങ്ങളും ഇതിഹാസ പുരാണാദികളും അനേക സൂക്തങ്ങളും സഹസ്രനാമവും ജപിച്ച് ജലജപവും പൂർത്തിയാക്കി 47ാമത്തെ മുറജപ ലക്ഷദ്വീപ മഹോത്സവം 1201 ധനു 30 2026 ജനുവരി 14 മകര സംക്രാന്തി ഉത്തരായണ സംക്രമ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവത്തോടുകൂടി പര്യവസാനിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഈ വിളംബരത്തിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഭാസ്വാൻ ഭാസ്വാനി ഭോജസ്വി ഗംഗാ ഗംഗേവ ഭാവനി ലക്ഷദ്വീപോപമോ ലോകേ ലക്ഷദ്വീപ മഹോത്സവ. മോഹൻലാൽ അവർക്ക് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. സർ പ്ലീസ്. ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ രാജ കുടുംബാംഗങ്ങൾ, ക്ഷേത്ര തന്ത്രി, ക്ഷേത്ര ഉപദേശക ഭരണ സമിതി അംഗങ്ങൾ, വിശിഷ്ട വ്യക്തികൾ, ഭക്തജനങ്ങൾ, ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ വിനീതമായ നമസ്കാരം. സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, സുഗതം എന്ന് തന്നെ പറയണം. ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിന് ഭഗവാൻ ശ്രീ പത്മനാഭന്റെ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് വളർന്ന ആളെന്ന നിലയ്ക്ക് വിശ്വാസത്തിനപ്പുറം ഒരു വികാരമാണല്ലോ നിങ്ങളേവരെയും പോലെ എനിക്ക് ശ്രീ പത്മനാഭസ്വാമിയും ഈ മഹാക്ഷേത്രവും. എൻ്റെ അച്ഛൻ ശ്രീ പത്മനാഭന്റെ ഭൂമികയിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഇവിടുത്തെ അൽപ്പശിയും പൈങ്കുനിയും ആറാട്ടും നവരാത്രി ആഘോഷങ്ങളും കണ്ടും അതിൽ പങ്കെടുത്തു വളർന്ന ബാല കൗമാരങ്ങളാണ് എൻ്റേത്. മുറജപവും ലക്ഷദ്വീപവും ഒക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്നാലും അന്നൊന്നും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു ഭാഗ്യം കൈവരും എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല.
ഒരു എളിയ ഭക്തനായി ഇവിടുത്തെ തിരുനടയിൽ വന്നു നിന്ന് തൊഴുന്നതല്ലാതെ എന്നെങ്കിലും ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അപൂർവ ആഘോഷമായ ലക്ഷദ്വീപത്തിന് മുന്നോടിയായി ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്വപ്നേബി നനച്ചിട്ടില്ല. അങ്ങനെ നനയ്ക്കാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിലൊരു ചടങ്ങ് ക്ഷേത്ര കീഴ്വഴക്കങ്ങളിൽ തന്നെ കേട്ട് കേൾവി ഇല്ലാത്തതാണല്ലോ. വെളിച്ചം അറിവിന്റെ വിനിമയമാണെന്നാണല്ലോ. ലക്ഷദ്വീപം എന്നത് ജ്ഞാനത്തിന്റെ സംസ്കാരത്തിന്റെ പ്രഭയെ നാനാദിക്കിലേക്കും എത്തിക്കാനുള്ള പഴയകാല മനുഷ്യരുടെ സാമൂഹിക യത്നമായി വേണം കാണാൻ. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ക്ഷേത്രങ്ങൾ എന്നത് കലയുടെയും സംസ്കാരത്തിന്റെയും സാമൂഹിക കൂട്ടായ്മകളുടെയും ഇടമായിരുന്നല്ലോ. ജപവും ധ്യാനവുമെല്ലാം അതിന് ആത്മീയമാനം നൽകാനുള്ള ഉപാധികളും. മനുഷ്യ മനസ്സുകളുടെ ഉന്നമനവും ഉത്ഥാനവുമാണ് ക്ഷേത്രാചാരങ്ങളിലെല്ലാം തെളിഞ്ഞു കാണാനാവുക. ദീപാവലി പോലെ നമുക്ക് ശ്രീ പത്മനാഭന്റെ പ്രജകൾക്ക് ലക്ഷദ്വീപം അകം തെളിക്കുന്ന കാഴ്ചയാണ്. ഉള്ളിൽ പ്രഭ വിതറുന്ന ദിവ്യ കാഴ്ച അത് തെളിയിക്കുന്നതിന് നാം തന്നെയാണ് എന്നതിലാണ് ജനാധിപത്യത്തിന്റെ തെളിച്ചം കൂടി കാണാനാവുക. ഇത്തവണ ലക്ഷദ്വീപം നടക്കുന്നത് 2026 ജനുവരി 14 തീയതിയാണ്. അതിന് മുന്നോടിയായി ഇത്തരത്തിലൊരു വിളംബര ചടങ്ങ് ആസൂത്രണം ചെയ്ത ക്ഷേത്ര ഭരണസമിതിയോട് എൻ്റെ നന്ദി അറിയിക്കട്ടെ. ഈ വിളംബര ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ അർഹനാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ശ്രീ പത്മനാഭസ്വാമി എനിക്കായി ചൊരിഞ്ഞ അനുഗ്രഹ വർഷമായി സവിനയം ഭക്തിപൂർവ്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഭഗവാന്റെ തൃപാദങ്ങളിൽ കിരീടവും ഉടവാളും സമർപ്പിച്ച് ശ്രീരാമന് ഭരതൻ എന്ന പോലെ പത്മനാഭദാസനായി ഭഗവാന്റെ പേരിൽ രാജ്യം ഭരിച്ച് മാതൃക കാട്ടിയ മഹാരാജാവിൻ്റെയും പിൻഗാമികളുടെയും പ്രജകനാണല്ലോ നമ്മൾ. ആ നിലയ്ക്ക് ശ്രീ പത്മനാഭദാസനായി തന്നെ അവിടെ ഏൽപ്പിച്ച ഈ ദൗത്യം ഞാൻ അങ്ങേയറ്റം ഭക്തിയോടെ നിർവഹിക്കുന്നു. മുറജപം ലക്ഷദ്വീപം വിളംബര പത്രം ഏറ്റുവാങ്ങുന്നതോടൊപ്പം ദീപസ്തംഭം തെളിയിക്കാൻ കിട്ടിയ ഈ അവസരം പത്മനാഭന്റെ അനുഗ്രഹമായി കരുതുന്നു. ലക്ഷദ്വീപം സമംഗളമായി നടക്കട്ടെ എന്നാശംസിക്കുന്നതിനോടൊപ്പം അതിനായി ഭഗവാനോട് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓം ശ്രീ പത്മനാഭായ നമഃ. ബഹുമാന്യനായ ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർക്ക് ലക്ഷദ്വീപ് ഷോൾ ഉപഹാരമായി നൽകുന്നതിനായി രാജകുടുംബാംഗവും ക്ഷേത്ര ഭരണസമിതി അംഗവുമായ ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അവരെ ക്ഷണിക്കുന്നു. കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ. അടുത്തതായി ഓണവില്ല് ഉപഹാരമായി സമർപ്പിക്കുന്നതിനായി അഡ്വക്കേറ്റ് എ വേലപ്പൻ നായർ ക്ഷേത്ര ഭരണസമിതി അംഗത്തെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ. അടുത്തതായി ശ്രീ പത്മനാഭസ്വാമിയുടെ ചിത്രം ഉപഹാരമായി സമർപ്പിക്കുന്നതിനായി ക്ഷേത്ര ഭരണസമിതി അംഗമായ ശ്രീ കരമന ജയൻ അവരെ ക്ഷണിക്കുന്നു. ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അടുത്തതായി വിളംബര പത്രിക ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാൽ അവർക്ക് ഉപഹാര സമർപ്പണത്തിനായി മുഖ്യ തന്ത്രിയെ ക്ഷണിക്കട്ടെ. കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.
शयनं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिवेद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्। ॐ नमो भगवते वासुदेवाय। विष्णुवशत्कारो भूतभव्यभवत्भवः योगविधानेत प्रधानपुरुषेश्वरः नारसिंहभवश्रीमः केशवः पुरुषोत्तमः सर्वशिवस्थाणु भूताभिर्निधिरव्ययः सम्भवो भावनो भर्त प्रभवः प्रभुरीश्वरः स्वयंभो शम्भुरादित्य पुष्कराक्षो मगासनः अनादिनितनो विधाता दातुरुत्तमः अप्रमेयो ऋषिकेश पद्मनाभो मरप्रभुः विश्वकर्मा मनुस्पष्ट सविष्टस्तविरो ध्रुवः अग्राग्यश्चाश्वत कृष्ण लोकिदाक्षपदर्दनः प्रबोधस्त्रिकपुत्तामः पवित्रं मङ्गलं परम् ईशानः प्राणदः प्राणो ज्येष्ठः श्रेष्ठः प्रजापतिः हिरण्यगर्भो भूगर्भो माधवो मधुसूदनः ईश्वरो विक्रमेधं मेधावी विक्रमोत्तमः अनुत्तमो दुरागस्य कृतज्ञकृतिरात्मवान् श्रेष्ठ शरणं धर्म विश्वरेता प्रजाभवः अगस्तं वत्सरो व्याळः प्रत्ययः संवदस्तनः अजः सर्वेश्वर सिद्ध सिद्धि सर्वादिरच्युतः वृषागमरमेयात्म सर्वयोगविनिर्स्थितः वसुर्वसुमनः सत्यः समः संविदस्तमः अमोघ पुण्डरीकाच विषकर्मा विषागृतिः रुष्टोपविशिरावः विश्वयोनिः सुदेशवाः अमदश्चाशदस्तानुवरारोहो मगासवाः सर्वगः सर्वविद्वान् विश्वसेनो जनार्दनः वेदो वेदविदव्यङ्को वेदाङ्गो वेदवित्कविः लोकाध्यक्षः सुराध्यक्षो धर्माध्यक्षः कृताकृतः चतुरात्मः चतुर्भुगः चतुर्दन्तः चतुर्भुजः भाजिष्णो भोजनं भोक्तः सहिष्णो जगदादिजः अनको विजयो चेत विश्वयोनि पुनर्वसुः उभेन्द्रो वामनः पांसुर्प्रमुखस्युनिरोधितः अतीन्द्रः सङ्गः सङ्गः कृतात्मा नियमो यमः वद्ध सदा योगी वीरः माधवो मधुः अदित्यो महामायो महोल्दाहो महाबलः महाबुद्धिर्महावीरो मगाशक्तिर्मगाधृतिः अनिर्देशवभूषीम अमे आत्मा मगाधृतिः महेशासो महेभक्त श्रीनिवासस्तदाङ्गदिः अनिरुद्धसुरानन्द गोविन्दो गोविदाम्बदिः मरीचिर्दमनोकन्त सुवर्णो कुलगौतमः हिरण्यनाभ सुधव पद्मनाभ प्रजापतिः अमृतः सर्वदिर्सिंह सन्तादः सन्तिमान्तिरः